ഗാസ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയർന്നിരിക്കുകയായിരുന്നു. അമേരിക്ക പുതിയ പീസ് പ്ലാൻ മുന്നോട്ട് വെച്ചു. ലോകം മുഴുവൻ ഒരു സീസ് ഫയർ പ്രതീക്ഷിച്ചു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരു വാക്ക് പറഞ്ഞു. ഹമാസ് പൂർണ്ണമായും ആയുധം വെടിയാതെ ഒരു ഇസ്രായേലി സൈനികനും ഗാസ വിടില്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും വലിയ നയതന്ത്ര പോരാട്ടങ്ങളും യുദ്ധഭീതിയും ഉയരുന്ന ഒരു നിർണായക വാർത്തയാണിത്. ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ ബോർഡ് ഓഫ് പീസ് ടീമും ചേർന്ന് മുന്നോട്ട് വച്ച സമാധാന നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് ഞങ്ങൾ അംഗീകരിച്ച ഡ്രാഫ്റ്റ് അല്ല, ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി തിരികെ അയച്ചിട്ടുണ്ട് എന്നാണ് നെതന്യാഹു തുറന്നടിച്ചിരിക്കുന്നത്. ഹമാസ് പൂർണ്ണമായ ആയുധം വെച്ച് കീഴടങ്ങാതെ ഒരു ഇഞ്ച് പോലും ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് നെതന്യാഹു കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹമാസ് തത്വത്തിൽ അംഗീകരിച്ച ഒരു സമാധാന കരാറിനെയാണ് ഇസ്രായേൽ ഇപ്പോൾ പരസ്യമായിട്ട് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നെതന്യാഹു ട്രംപിന്റെ പ്ലാനിനെതിരെ രംഗത്ത് വന്നത്? അമേരിക്കയും ഇസ്രായേലും തമ്മിൽ വൻ ഭിന്നതയാണോ രൂപപ്പെടുന്നത്? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് നോക്കാം. ഏകദേശം 2 വർഷമായിട്ട് തുടരുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുമായിട്ട് അമേരിക്കൻ ഭരണകൂടവും ട്രംപിന്റെ ബോർഡ് ഓഫ് പീസും ചേർന്ന് ഒരു സമാധാന റോഡ് മാപ്പ് തയ്യാറാക്കിയിരുന്നു. ഈ കരാർ അനുസരിച്ച് ഹമാസ് തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഉപേക്ഷിക്കാൻ തുടങ്ങണം. ഇതിന് സമാന്തരമായിട്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ കൈയടക്കി വച്ചിരിക്കുന്ന നിർണായക സ്ഥാനങ്ങളിൽ നിന്ന് പിന്മാറുകയും വേണം. ഹമാസ് ഈ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിച്ചിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെ വീഡിയോ സന്ദേശവുമായിട്ട് ബെന്യാമിൻ നെതന്യാഹു രംഗത്തെത്തിയത്. ട്രംപിന്റെ ടീം അയച്ച ഡ്രാഫ്റ്റ് ഇസ്രായേൽ തള്ളിയതായിട്ട് നെതന്യാഹു പരസ്യമായിട്ട് വ്യക്തമാക്കി. ഹമാസ് സമ്പൂർണ്ണമായി ആയുധം വയ്ക്കുകയാണ് ആദ്യം വേണ്ടത്. അത് നടക്കാതെ ഗാസയിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഉണ്ടാകില്ല എന്ന് നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞു. അതായത് ആയുധം വെക്കലും സൈനിക പിന്മാറ്റവും ഒരേ സമയം നടക്കില്ല. ഹമാസ് ആദ്യം നിരായുധരാകണം എന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇവിടെയാണ് ആ ഒരു നയതന്ത്ര തർക്കം ഉടലെടുക്കുന്നത്. ട്രംപിന്റെ 20 പോയിന്റ് പീസ് പ്ലാനിന്റെ തുടർച്ചയാണ് ഈ ഒരു കരാറെന്നും ഇസ്രായേൽ ഇതിനോട് സഹകരിക്കണമെന്നും വാഷിംഗ്ടൺ ആവശ്യപ്പെട്ടിരുന്നു. കരാർ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ട്രംപ് ഭരണകൂടം കടുത്ത നിരാശയിലാകുമെന്നും US വക്താക്കൾ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ നെതന്യാഹു ഈ മുന്നറിയിപ്പുകളെ തള്ളുകയാണ് ചെയ്തത്. ഇതിന് പിന്നിൽ പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്രായേലിലെ ആഭ്യന്തര രാഷ്ട്രീയം, ഇന്റേണൽ പോളിറ്റിക്സ്. ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിക്കുകയാണ്. കൂടാതെ നെതന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ഇറ്റമർ ബെൻഗ്വീർ അടക്കമുള്ളവർ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ കടുത്ത ഭാഷയിൽ എതിർക്കുന്നുണ്ട്. 2, ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം. ഹമാസിന് ഗാസയിൽ ഭരണപരമായോ സൈനികപരമായോ യാതൊരു പങ്കും ഇനി ഉണ്ടാകരുത് എന്നും അവർ പൂർണ്ണമായും നിരായുധരാകുന്നത് വരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കില്ല എന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇത്തരം ഉന്നതതല രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോഴും ഗാസയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥ ഇപ്പോഴും ദാരുണമായിട്ട് തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് 100-ലധികം മൃതദേഹങ്ങളാണ് വീണ്ടെടുത്തത്. 2023 ഒക്ടോബറിന് ശേഷം ആരംഭിച്ച ഈ രൂക്ഷമായ യുദ്ധത്തിൽ ഇതുവരെ 73,000-ലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ ഗാസയുടെ 60% പ്രദേശങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഹമാസ് തങ്ങളുടെ ഹെവി ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചെങ്കിലും ഇസ്രായേൽ പൂർണ്ണമായി ഗാസയിൽ നിന്ന് പിന്മാറാതെ തങ്ങൾ വഴങ്ങില്ല എന്ന നിലപാടിലാണ്. ചുരുക്കത്തിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഈ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കാരണം സമാധാന കരാറുകൾ വീണ്ടും വഴിമുട്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ലഭ്യമായ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാണ്. ഹമാസ് പൂർണ്ണമായും നിരായുധീകരാകാതെ ഗാസയിൽ നിന്ന് ഇസ്രായേലി സൈന്യം പിന്മാറില്ല. അതേസമയം ഹമാസ് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടാണ് തുടരുന്നത്. അതിനാൽ അമേരിക്കയുടെ പിന്തുണയോടെ മുന്നോട്ട് വന്ന പുതിയ സീസ് ഫയർ ഫ്രെയിംവർക്കിന് മുന്നിലും വലിയ വെല്ലുവിളികൾ തുടരുകയാണ്. ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിക് മൂവിനാണ് ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹു തടയിട്ടിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായി നിരായുധരാക്കുക എന്ന ലക്ഷ്യം യുദ്ധത്തിലൂടെ നേടാൻ ഇസ്രായേലിന് കഴിയുമോ? അതോ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നെതന്യാഹുവിന് കരാറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമോ? ഇതാണ് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത്. ചുരുക്കത്തിൽ ഗാസയിലെ യുദ്ധം ഇനി വെറും സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല. ഇത് സുരക്ഷ, രാഷ്ട്രീയം, മനുഷ്യാവകാശം, നയതന്ത്രം എന്നിവയെല്ലാം ഒരേ സമയം പരീക്ഷിക്കുന്ന ഒരു വലിയ അന്താരാഷ്ട്ര പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ തന്റെ സുരക്ഷയെ മുൻനിർത്തുന്നു, മറുഭാഗത്ത് ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതിനിടയിൽ അമേരിക്കയും മറ്റ് മധ്യസ്ഥ രാജ്യങ്ങളും ഒരു സമവായം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ആ ശ്രമങ്ങൾ വിജയിക്കുമോ അതോ ചർച്ചകൾ വീണ്ടും പ്രതിസന്ധിയിലാകുമോ എന്നതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.